പ്രാവശ്യം കൂട്ടുകാരെ നമ്മുടെ കയ്യിലുള്ളത് ഒരു ജിക്സറാണ് കേട്ടോ, സുസുക്കിയുടെ ജിക്സർ. അപ്പോൾ ചെറിയ കിറ്റൊക്കെ ഉള്ള ഒരു ടൈപ്പ് വണ്ടിയാണ്. അപ്പോൾ ഇത്തരം ഒരു ബൈക്ക് നോക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെയുള്ള ഒരു വണ്ടി, സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ആനന്ദപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാനൊരു മുന്നേ ലൈക്ക് ബട്ടനൊക്കെ ചെക്ക് ചെയ്ത് നമ്മളത് സന്തോഷിപ്പിക്കണം, പിന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന നമ്പർ എന്ന് പറയുന്നത് പോലെ തന്നെ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ കൂടുതൽ പറയുവാണെങ്കിൽ 2016 മോഡലാണ്, സെക്കൻഡ് ഓണറാണ്. ഇതാണ് ഒന്നാമത്തെ വിശേഷം എന്ന് പറയുന്നത്. സുസുക്കി ജിക്സറാണ്. ഇനി നമ്മൾ മൊത്തത്തിലൊന്ന് ഓടിച്ച് നോക്കുവാണെങ്കിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വീഡിയോ എടുത്താണ്. വേറെ മൊത്തത്തിൽ കാര്യമായിട്ടുള്ള സ്ക്രാച്ച് സംഭവമൊന്നുമില്ല. ജസ്റ്റ് ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് കാണിച്ചു എന്നുള്ളൂ. ഇവിടെ ഒന്നും കാര്യമായിട്ട് പെയിൻറ്റ് നഷ്ടങ്ങൾ സംഭവമൊന്നുമില്ല. കാര്യമായ നരപ്പ്, അതായത് വെയിൽ കൊണ്ട് നരച്ചു പോകുന്ന ഒരവസ്ഥ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഈ ഭാഗത്ത് എഞ്ചിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ആ കിറ്റിൻ്റെ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഈ സൈലൻസറിൻ്റെ ഭാഗങ്ങളായാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ബാക്ക് അലോയാണ്, അതുപോലെ തന്നെ ഡിസ്ക്കാണ്. പിന്നെ പറയാനുള്ളത് 155 cc ആണ് കേട്ടോ. 155 cc ജിക്സറാണ്. വില ചെറിയ വില വരുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഇത്തരം ഒരു ബൈക്ക് നിങ്ങൾ നല്ലൊരു ജിക്സർ അല്ലെങ്കിൽ ഒരു കവേഡ് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കാനാണ്. നിങ്ങൾ അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. 155 cc ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പവർഫുള്ളാണ്, കാണാനും വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. ഇനി ഓടിയ കിലോമീറ്റർ പറയുകയാണെങ്കിൽ 50,500 കിലോമീറ്റർ മാത്രമാണ് ഈ 2016 മോഡൽ സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ ജിക്സർ ഇതുവരെ ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2025 ഡിസംബർ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ഇനി പൊല്യൂഷനെ കുറിച്ചാണെങ്കിൽ പൊല്യൂഷൻ ഇനി ഒരു 4 മാസം കൂടി പൊല്യൂഷൻ ഉണ്ട് നിലവിൽ. അപ്പോൾ ഇനി വണ്ടീനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളെപ്പോഴും എൻ്റെ വാക്ക് മാത്രം കേൾക്കാതെ വണ്ടിയുടെ പരിശോധന നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് പൂർണ്ണമായും പരിശോധിച്ച് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിൽ പറയുമ്പോഴായാലും ഏത് വാഹനത്തിൻ്റെ വാങ്ങുന്നവർക്ക് വളരെ വില കുറച്ച് കിട്ടുകയും വേണം, വിൽക്കുന്നവർക്ക് മാക്സിമം വില കിട്ടുകയും വേണം. ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ആഗ്രഹം. എങ്കിലും ഓരോരുത്തരുടെ ആവശ്യങ്ങളും സിറ്റുവേഷനൊക്കെ വേറെ വേറെ ആയതുകൊണ്ട് നിങ്ങൾ പരസ്പരം വിലയുടെ കാര്യത്തിൽ ഒരു തീരുമാനം, വില നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും വില ഒന്ന് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക എത്ര വിലയ്ക്ക് എടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ കൊടുക്കാൻ താല്പര്യമുണ്ടോ. അപ്പോൾ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അപ്പം പറയുമല്ലോ. അപ്പോൾ ഇനി വിലയുടെ കാര്യം പറയുവാണെങ്കിൽ വെറും 45,000 രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത്. ചെറിയ രീതിയിൽ വിലപേശലിന് വിധേയപ്പെടാം എന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കുന്ന 155 cc വണ്ടിയാണ്. 50,000 കിലോമീറ്റർ മാത്രം, 50,500 കിലോമീറ്റർ മാത്രം ഓടിയിട്ട് ഇൻഷുറൻസ് ഡിസംബർ വരെ, പൊല്യൂഷൻ 4 മാസം കൂടിയിട്ട് സെക്കൻഡ് ഓണറാണ്. 2016 മോഡലാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ആനന്ദപുരം എന്ന് പറഞ്ഞ സ്പോട്ടിലാണ് വണ്ടി ഇരിക്കുന്നത്. നിങ്ങൾ വരിക, ഓടിച്ച് നോക്കുക. ഇങ്ങനെ കിറ്റൊക്കെയുള്ള ഒരു വണ്ടി, ചെറിയ രീതിയിൽ കുഴപ്പമില്ല മൈലേജ് കാര്യങ്ങളൊക്കെയുള്ള ഒരു വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. നിങ്ങളെ കൂട്ടുകാരെങ്കിലും ഇത്തരം വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. ചെറിയ രീതിയിലൊക്കെ ചെറിയ വിലയിലൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ ഒരു ബൈക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതൊന്ന് ഓണാക്കിയിട്ട് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ലൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.